പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ കിട്ടി പ്രധാനപ്പെട്ട വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ FIR റദ്ദു ചെയ്യണമെന്നും കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആണ് പങ്കജ് ഭണ്ഡാരി. ഈ കേസിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കേസിൽ പങ്കജ് ഭണ്ഡാരി അറസ്റ്റിലാണ്. പങ്കജ് ഭണ്ഡാരി നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അവിടെ നിന്നും പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം ലഭിച്ചില്ല. ഇപ്പോൾ ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. FIR റദ്ദ് ചെയ്യണം, കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന ഹർജിയായിരുന്നു നൽകിയത്. അത് തള്ളിയിരിക്കുന്നു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. പങ്കജ് ഭണ്ഡാരി ജയിലിൽ തുടരും. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഹർജി തള്ളിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, വിവരങ്ങൾ പറയൂ. GK, അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും കസ്റ്റഡിയിൽ നിന്ന് വിടണമെന്നും അതോടൊപ്പം തന്നെ തനിക്കെതിരെയുള്ള FIR റദ്ദു ചെയ്യണമെന്നും ആണ് പങ്കജ് ഭണ്ഡാരി ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ആഴ്ചയോളം വാദം നടന്നിരുന്നു. പക്ഷേ ഹൈക്കോടതി ആ വാദം അംഗീകരിച്ചില്ല. പങ്കജ് ജയിലിൽ തുടരും. പങ്കജിന്റെ ഹർജി തള്ളുകയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന പ്രോസിക്യൂഷനും SITയും കോടതിയെ അറിയിച്ചിരുന്നു. ആ മാനദണ്ഡം പരിഗണിച്ചുകൊണ്ടാണ് പങ്കജിന്റെ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പങ്കജിന്റെ ഈ ഹർജി തള്ളിയ ഉത്തരവ് ഉച്ചയോടുകൂടി പുറത്തു വരും. അതിൽ എന്തെല്ലാമാണ് കോടതി നിരീക്ഷണങ്ങൾ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും. നേരത്തെ ഈ ജാമ്യഹർജി സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ്. ആ ഘട്ടത്തിൽ മുരാരി ബാബുവിന്റെയും അതോടൊപ്പം തന്നെ മറ്റു പ്രതികളുടെയും ഒക്കെ ജാമ്യഹർജി തള്ളുന്ന ഘട്ടത്തിൽ ആ ബെഞ്ചിന്റെ ഉത്തരവിൽ അതിരൂക്ഷ വിമർശനമാണ് SITക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുറത്തു വരുന്ന ഈ പങ്കജിന്റെ ഹർജിയുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ എന്ത് വിമർശനമോ അല്ലെങ്കിൽ എന്ത് നിരീക്ഷണമാണ് കോടതി നടത്തുക എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിരിക്കും. ഒരു ഘട്ടത്തിൽ സിംഗിൾ ബെഞ്ച് ഈ അന്വേഷണത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദേവസ്വം ബെഞ്ച് അന്വേഷണ സംഘത്തെ ചേർത്ത് പിടിക്കുകയും അവരുടെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് എന്തായിരിക്കും ഈ ഉത്തരവിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യമില്ല. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെല്ലാം കോടതി നിരാകരിച്ചിരിക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട ഗൂഢാലോചന നടത്തിയ 3 പേരിൽ ഒരാൾ പങ്കജ് ഭണ്ഡാരി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഇദ്ദേഹം ഉന്നയിച്ച ജാമ്യഹർജിയിലെ പ്രധാനപ്പെട്ട പ്രയറുകളെല്ലാം തള്ളിയിരിക്കുന്നത് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച്. GK, വിഷ്ണു, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഈ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല ഇതിനകത്ത് തനിക്ക് നേരിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പങ്കജ് ഭണ്ഡാരി. അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ നേരിട്ട് ഇടപെട്ടിട്ടില്ല, ആ വിവരങ്ങൾ തനിക്ക് അറിയില്ല എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് കോടതി ഇത് വിശ്വാസത്തിലെടുക്കാതിരുന്നത്? വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രോസിക്യൂഷനും SITയും അതിനെതിരെ അഫിഡവിറ്റ് നൽകിയിരുന്നു. പ്രോസിക്യൂഷന്റെയും SITയുടെയും അഭിപ്രായം ഈ വിഷയത്തിൽ കോടതി തേടിയിരുന്നു. ആ ഘട്ടത്തിലാണ് SIT കോടതിയെ അറിയിച്ചത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന അതിൽ 3 പേരുകളാണ് SIT പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, മറ്റൊന്ന് രഥം ജ്വല്ലറി ഉടമ ഗോവർദ്ധനാണ്, മറ്റൊന്ന് ഈ പങ്കജ് ഭണ്ഡാരിയാണ്. ഇവർ 3 പേരും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്നാണ് SITയുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു അഫിഡവിറ്റ് ആണ് അന്വേഷണ സംഘം കൈമാറിയത്. ഒപ്പം സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് കുറേയേറെ വ്യക്തത ഇനിയും വരാനുണ്ട്. ഈ ശബരിമല ഇത് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് കടത്തി എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇയാൾക്ക് ഈ പങ്കജിന് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ കേസ് അട്ടിമറിക്കപ്പെടാനും തൊണ്ടുമുതലടക്കം അല്ലെങ്കിൽ തെളിവടക്കം നശിപ്പിക്കപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. കാരണം സ്വർണം വേർതിരിച്ചു എന്ന് പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിലാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ ബാക്കിയുള്ള സ്വർണ്ണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ അതെല്ലാം മാറ്റാനും അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് SIT കോടതിയെ ധരിപ്പിച്ചിരുന്നു. ആ SITയുടെ ആ ക്ലെയിം അംഗീകരിച്ചുകൊണ്ട് കൂടിയായിരിക്കാം നിലവിൽ പങ്കജ് ഭണ്ഡാരി മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇത്തരത്തിൽ പങ്കജിന്റെ ഈ ഹർജിയെല്ലാം പൂർണ്ണമായും തള്ളിയിട്ടുള്ളത്. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹർജി തള്ളിയ നടപടിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കാൻ പോകുന്ന ഉത്തരവ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. ചിലപ്പോൾ അതിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കും. കഴിഞ്ഞ തവണയൊക്കെ SITക്കെതിരെ അതിരൂക്ഷ വിമർശനം സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് തുടരുമോ ഇല്ലയോ, അല്ലെങ്കിൽ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലായിരിക്കുമോ എന്ന് പറയുകയോ ചെയ്യുമോ എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ഒരു ആകാംക്ഷയുള്ളത്. ആ ഉത്തരവിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. അത് ഉച്ചയോടുകൂടി ശരി, ആ ഉത്തരവ് പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇക്കാര്യത്തിൽ കോടതി എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തേതുപോലെ ഈ അന്വേഷണ സംഘത്തിനെതിരെ എന്തെങ്കിലും വിമർശനമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാകൂ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.